കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ പോർവിളി. LDF കൗൺസിലർ UDF-നെതിരായി നടത്തിയ പരാമർശത്തെ തുടർന്നാണ് ബഹളത്തെ തുടർന്ന് നിർത്തിവെച്ച കൗൺസിൽ യോഗം പുനരാരംഭിച്ചു. ദസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദസ്ന, എന്തിനായിരുന്നു ഈ ഒരു അടിപിടി കോഴിക്കോട് കോർപ്പറേഷനിൽ ഉണ്ടായത്? രജനി, ഇന്ന് വൈകുന്നേരം 3 മണിക്കാണ് കോർപ്പറേഷൻ യോഗം ആരംഭിച്ചത്. ഈ കോർപ്പറേഷൻ യോഗത്തില് ഭരണപക്ഷം അംഗം UDF-നെ അമേദ്യം എന്ന് വിശേഷിപ്പിച്ചതിനെതിരെയാണ് പ്രതിഷേധം ഉയർന്നു വന്നത്. UDF അംഗങ്ങൾ ഇത് സംബന്ധിച്ച് നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. CPIM കൗൺസിലർ ജംഷീർ ആണ് ഇത്തരത്തിലൊരു പരാമർശം ഉയർത്തിയത്. ഈ പരാമർശവുമായി ബന്ധപ്പെട്ട് ജംഷീർ മാപ്പ് പറയണമെന്നാണ് UDF അംഗങ്ങൾ മേയറോട് ആവശ്യപ്പെട്ടത്. ഇത് സംബന്ധിച്ച് ജംഷീറിനോട് മേയർ വിശദീകരണവും തേടി. കോഴിക്കോട് കോർപ്പറേഷനിലെ അമേദ്യമാണ് UDF എന്നായിരുന്നു ജംഷീറിന്റെ പരാമർശം. ഇത് സംബന്ധിച്ച് 5 മിനിറ്റോളം ഏകദേശം കൗൺസിൽ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങുകയും മേയറെ ഉപരോധിക്കുകയും ജംഷീർ മാപ്പ് പറയണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. തുടർന്ന് മേയർ അടക്കമുള്ള ആളുകൾ ഒരു ചർച്ചയ്ക്ക് വേണ്ടി പ്രതിപക്ഷത്തെയും ഭരണപക്ഷ നേതാക്കളെയും വിളിച്ചു വരുത്തിയെങ്കിലും ഇതിൽ നിന്നും പ്രതിപക്ഷ അംഗങ്ങൾ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് 5 മിനിറ്റിന് ശേഷം കൗൺസിൽ വീണ്ടും പുനരാരംഭിക്കുകയായിരുന്നു. തുടർന്ന് CPIM കൗൺസിലറായ ജംഷീർ മാപ്പ് പറയുകയായിരുന്നു. അതിനുശേഷം വീണ്ടും യോഗം പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ഉണ്ടായിരിക്കുന്നത്. ശരി ദസ്ന.